നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ RSSന്റെ മാജിക്കും സംഘടനാ ശക്തിയും ഷിൻഡെയും പവാറും അംഗീകരിച്ചു. സംസ്ഥാന ചരിത്രത്തിൽ ഇന്നോളമുള്ള ഏറ്റവും വലിയ ജയമാണ് BJP മഹാരാഷ്ട്രയിൽ നേടിയത്. 89%. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയാതെ മാനക്കേടിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഒരിക്കൽ കൂടെ ഷിൻഡെ കൊതിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് അർഹതയെന്ന് ഷിൻഡെയും പവാറും സമ്മതിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സമ്മർദ്ദം മൂലമാണ് അവർ ഫട്നാവിസിനെ ഉടനടി അംഗീകരിക്കാൻ മടിക്കുന്നത്. എന്നാൽ മഹായുതിയുടെ വിജയത്തിനായി സുപ്രധാന റോൾ വഹിച്ച RSS പിന്തുണ ഇത്തവണ ഫട്നാവിസിന് തന്നെയാണ്. അത് ഷിൻഡെയ്ക്കും പവാറിനും നിരാകരിക്കാനാവില്ല. അതിനാൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരും ആയേക്കും. ഉപമുഖ്യമന്ത്രിമാർക്ക് ഭരണഘടനാപരമായി വിശേഷാൽ അധികാരമില്ലെങ്കിലും ആ സ്ഥാനലബ്ധി അണികളെ തൃപ്തിപ്പെടുത്താൻ ഇടയാക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെയും ശിവസേനയെയും NCPയെയും തകർത്ത് ഭരണം പിടിച്ചത് RSS മാജിക്. കർഷക സമരവും അനുകൂല ഘടകങ്ങളും ഒട്ടേറെ ഉണ്ടായിട്ടും ഹരിയാനയിൽ ഭരണമുറപ്പിച്ച കോൺഗ്രസിനെ തകർത്ത് BJP ഭരണം സമ്മാനിച്ച RSSന്റെ സംഘടനാ ശക്തിയാണ് മറാത്തയിലും NDAക്ക് ഭരണം നേടിക്കൊടുത്തത്. ഭരണം പിടിക്കാനുള്ള മഹാവികാസ് അഘാഡിയുടെ മോഹം തകർത്തത് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള RSSന്റെ പ്രവർത്തനങ്ങളായിരുന്നു. RSS ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നും മറാത്ത ഭരണം പിടിക്കാനായി കർമ്മ പദ്ധതി രൂപീകരിച്ച് RSS നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. 80 MPമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഉത്തർപ്രദേശിന് പിന്നാലെ രാജ്യത്ത് 2ാം സ്ഥാനത്താണ് 48 MPമാരുള്ള മഹാരാഷ്ട്ര. ഇത്തവണ UPയിൽ അടിപതറിയ BJPക്ക് മഹാരാഷ്ട്ര പിടിക്കൽ നിർബന്ധമായിരുന്നു. മഹാരാഷ്ട്രയിലെ ബൂത്തുകളെ 4ആയി തിരിച്ചായിരുന്നു RSS പ്രവർത്തകർ പ്രചരണ രംഗത്തിറങ്ങിയത്. RSS BJP പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ ഓരോ മണ്ഡലങ്ങളിലും 3 വീതം നേതാക്കളെയാണ് സംഘം നിയോഗിച്ചത്. സഖ്യകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ തീർക്കുക, പ്രാദേശികമായി BJPക്കെതിരെയുള്ള വികാരം ശമിപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാവുന്ന പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുക എന്നിവയായിരുന്നു അവരുടെ പ്രധാന ചുമതലകൾ. അത് അവർ ഭംഗിയായി നിറവേറ്റി. 2019 തെരഞ്ഞെടുപ്പിൽ NDA ഭരണം തകർത്ത് മഹാവികാസ് അഘാഡി ഉണ്ടാക്കി ഭരണം പിടിച്ച കോൺഗ്രസിനെയും ശരത് പവാറിന്റെ NCPയെയും തകർക്കുക എന്നത് RSSന്റെ പരമലക്ഷ്യമായിരുന്നു. അതിലവർ ലക്ഷ്യം കണ്ടു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാസം 1500 രൂപ വീതം നൽകുന്ന ലാഡ്കി ബെഹിൻ എന്ന ഷിൻഡെ സർക്കാരിന്റെ പദ്ധതിയാണ് ഭരണ തുടർച്ചയിൽ നിർണായക ഘടകമായത്. 4.69 കോടി സ്ത്രീ വോട്ടർമാരിൽ 2.5 കോടി പേർക്കും സഹായം ലഭിക്കുന്ന പദ്ധതി. ഓരോ മണ്ഡലത്തിലും 1,00,000 ഗുണഭോക്താക്കളിൽ 20%-എങ്കിലും പിന്തുണ ലഭിച്ചാൽ ഭരണ തുടർച്ച എന്നായിരുന്നു മഹായുതി സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. ആ തന്ത്രവും വിജയം കണ്ടു. സംസ്ഥാനത്തെ 130 മണ്ഡലങ്ങളിലും സ്വാധീനമുള്ള മറാഠ്വാഡ മേഖലയിലെ മരടകളെ ഒപ്പം നിർത്തിയും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ വിദർഭയിൽ കടന്നുകയറിയുമാണ് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം സമ്പൂർണ്ണ വിജയം നേടിയത്. മഹാവികാസ് അഘാഡി സഖ്യത്തിലെ കക്ഷികൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാനുള്ള കക്ഷിബലം പോലുമില്ലാത്ത ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 288 അംഗ നിയമസഭയിൽ 10% അല്ലെങ്കിൽ 29 സീറ്റുകളുള്ള കക്ഷിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുക. സഖ്യത്തിലെ വലിയ പാർട്ടിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 20 സീറ്റ് മാത്രമാണുള്ളത്. കോൺഗ്രസിന് 16 സീറ്റും NCP ശരത് പവാർ വിഭാഗത്തിന് 10 സീറ്റും. NDA സഖ്യം തകർത്ത് ഭരണം പിടിച്ച കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാത്ത തോൽവിയാണ് RSS നേതൃത്വം സമ്മാനിച്ചത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്തമായി മഹാരാഷ്ട്ര.